Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കേരള ഹിസ്റ്ററിയുടെ PYQ ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. 2021 മുതൽ 25 വരെയുള്ള 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 2 വീഡിയോസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തേതാണ് മൂന്നാമത്തെ ക്ലാസ് ആണ് നമുക്ക് വരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, 31/23 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് വേണ്ടത്. അതില് ശരിയാണ് അല്ലെ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർക്ക് അവർക്ക് പിന്തുണയും നൽകി. ഓക്കെ, രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ അതേപോലെ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ഒരു കാര്യമാണ്. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, ഭണ്ഡാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതും നമുക്ക് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന മണ്ഡപത്തും വാതുക്കൽ. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. മണ്ഡപത്തും വാതുക്കൽ, അതേപോലെ തന്നെ എന്താണ് പകുതികൾ, വില്ലേജുകളെ എന്താണ് പകുതികൾ എന്ന് പറഞ്ഞുണ്ട് അല്ലെ. ഓക്കെ, ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. ഇതും നമുക്കറിയാം ശരിയാണെന്ന്. 2, 3, 4 നമുക്ക് ബേസിക്കലി നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ജനജീവിതത്തിൽ എന്താണ് പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 എന്താണ് ശരിയാണ്. മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെയിൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടെഴുത്ത്. അത് ചോദിക്കാറുണ്ട്. കണ്ടെഴുത്ത് അഥവാ ഭൂസർവേ ആരംഭിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്, മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിന്റെ സംയോജനത്തെ കുറിച്ചുള്ള വസ്തുതകൾ. ഇവിടെയും 3 ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തെ സംയോജനമാണ് പറയുന്നത്. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനം കേരളം പ്രത്യേക പ്രവിശ്യ രൂപീകരണത്തിനുള്ള പ്രമേയം പാസാക്കി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പൊ പഠിച്ചു വെക്കണം. 1928 എന്താണ്, ജവഹർലാൽ നെഹ്റു ആണ്. പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിക്കാറുണ്ട്, ജവഹർലാൽ നെഹ്റു ആണ്. കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിൽ തൃച്ചൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരളം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. യുണൈറ്റഡ് ആ ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. ഐക്യ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായി സംസാരിച്ചു. 49 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഓക്കെ ആണല്ലോ. 49 ജൂലൈ 1 അതും കറക്റ്റ് ആണ്. 56 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായ തോവാള, അഗതീശ്വരം, കൽക്കുളം, വിളവങ്കോട് ഈ 4 പേര് പഠിച്ചു വെക്കണം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്, തോവാളയുണ്ട്, അഗതീശ്വരമുണ്ട്, കൽക്കുളമുണ്ട്, വിളവങ്കോടുണ്ട്. ഈ 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഉള്ള വ്യത്യാസം എന്താണ്, എന്നിവ കേരള സംസ്ഥാനത്തോട് ഉൾപ്പെടുത്തിയെന്നാണ് ഇവർ പറയുന്നത്. ആണോ? അല്ല, എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വിട്ടുകൊടുക്കുവാണ് അല്ലെ. എന്നിവ മദിരാശി സംസ്ഥാനത്തിന് നമ്മൾ വിട്ടുകൊടുക്കുവാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, മദിരാശിക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തോട് കൂട്ടിച്ചേർക്കുന്ന കർണാടകയുടെ ഭാഗങ്ങളായ കാസർഗോഡും ഹോസ്ദുർഗും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് കൂട്ടിയെടുക്കുവാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. ഇവിടെ ഇത് 3 എന്താണ്, ശരിയാണ്. 1, 2, 3 ആണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം. നമ്മൾ എന്താണ്, സംസ്ഥാന പുനഃസംഘടന വന്നപ്പോ കേരളത്തിൽ നിന്ന് വിട്ടുകൊടുത്ത സ്ഥലങ്ങളുടെ പേരാണ് തോവാളയുണ്ട്, അഗതീശ്വരമുണ്ട്, കൽക്കുളമുണ്ട്, വിളവങ്കോടുണ്ട്. ഓക്കെ ആണല്ലോ. ഐക്യ കേരള പ്രതിജ്ഞ ആരാണ് എഴുതിയത്, ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട ഐക്യ കേരള പ്രതിജ്ഞ നടത്തിയത് NV കൃഷ്ണവാര്യർ ആണ്. പ്രതിജ്ഞ എന്ത് ചെയ്യുന്നത്, എഴുതിയത് NV കൃഷ്ണവാര്യർ. ഓക്കെ, ആരാണ് ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത്, ഐക്യ കേരള തമ്പുരാനാണ് കേരളവർമ്മ. കണ്ട, കൊച്ചി മഹാരാജാവ് കേരളവർമ്മയല്ലേ ഐക്യ കേരളത്തിന് അനുകൂലമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ തമ്പുരാനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്നാണ് കൊച്ചി സംസ്ഥാനം തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത്, 49 ജൂലൈ 1 പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി
മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ഇത് ആ സമയത്ത് കാര്യം നമ്മൾ ഓൾറെഡി ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ പേര് നമ്മൾ ജസ്റ്റ് പഠിച്ചു പോകുന്നുണ്ട്. പക്ഷേ ആ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അദ്ദേഹത്തെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചോദിച്ചത്. അപ്പൊ എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ചെർപ്പളശ്ശേരിയാണ്. എവിടെ? ചെർപ്പളശ്ശേരി. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു അനുഭാവിയായിരുന്നു ആര്? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഖിലാഫത്ത് സ്മരണകൾ. ഏതാണ്? ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം ആരുടേതാണ്? പുസ്തകം രചിച്ചത് ആരാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതാരാണ്? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഖിലാഫത്ത് സ്മരണകളും പഠിക്കുന്നുണ്ട്, ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, അതാണ് നമ്മൾ പഠിക്കാറുള്ളത്. പക്ഷെ അത്തവണ ചോദിച്ചത് അദ്ദേഹത്തിന്റെ എവിടെയാണ് ജനിച്ചതെന്നായിരുന്നു. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? അംഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രിൻ. ആരായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാതിരുന്നത്? അത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. ഓക്കെ, എന്താണ്, നമുക്ക് ആരൊക്കെയായിരുന്നു? നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 ആരാണ്? വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. 17 വനിതകളിൽ അതിൽ 3 പേരെന്തായിരുന്നു? സോറി, 17 വനിതകളല്ല, 17 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. വനിതകളല്ല കേട്ടോ, 17 മലയാളികൾ ഉണ്ടായിരുന്നതിൽ 3 വനിതകളായിരുന്നു. ഓക്കെ, 3 വനിതകളായിരുന്നു. അതിൽ ആനി മസ്ക്രിനെ എന്തിനെ പ്രതിനിധീകരിച്ചായിരുന്നു? ആനി മസ്ക്രിൻ എവിടെയായിരുന്നു? തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് തിരുവിതാംകൂർ ആനി മസ്ക്രിൻ ആയിരുന്നു. അമ്മു സ്വാമിനാഥൻ എന്തിനെയായിരുന്നു? മദ്രാസിനെ പ്രതിനിധീകരിച്ചായിരുന്നു അമ്മു സ്വാമിനാഥൻ വന്നത്. ദാക്ഷായണി വേലായുധനും എന്താണ്? മദ്രാസിനെ പ്രതിനിധീകരിച്ചാണ് വന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് ബീഗം ഹസ്രത്ത് മഹൽ, ബീഗം ഹസ്രത്ത് മഹൽ അല്ല, ബീഗം ഹസ്രത്ത് മഹൽ ആരാണ്? നമ്മൾ 1857 റിപ്പോർട്ടിൽ പഠിക്കുന്നത് ബീഗം ഐസ്വാസ് റസൂൽ. ആരാണ്? അതായത് ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ദാക്ഷായണി വേലായുധന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ചോദിച്ചാൽ ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മൊത്തം 17 മലയാളികളിൽ 3 വനിതകൾ ഉണ്ടായിരുന്നു. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിനെ പ്രതിനിധീകരിച്ചും ആനി മസ്ക്രിൻ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1663 കൊച്ചി പിടിച്ചിറക്കിയ വിദേശി ആരാണ്? കൊച്ചി പിടിച്ചിറക്കിയത് 1663 ഡച്ചുകാരായിരുന്നു. പോർച്ചുഗീസുകാരിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കൊച്ചി പിടിച്ചെടുത്താണ് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് ആര് തുരത്തുന്നത്? ഡച്ചുകാരെ തുരത്തുന്നത്. ഓക്കെ, ഇതായിരുന്നു നമുക്ക് മെയിൻ ആയിട്ടുള്ള കേട്ടോ, പഠിച്ചു വെക്കണേ. അപ്പൊ ഏതായിരുന്നു? 1663 കൊച്ചി പിടിച്ചിറക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ഡച്ചുകാരാണ്. നെക്സ്റ്റ് നോക്കാം. തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് ആരാണെന്ന്? ആരാണ് ഗാന്ധിജിയെ കണ്ടത്? അത് ടി.കെ. മാധവനാണ്. ഓക്കെ, എവിടെ വെച്ചിട്ട്? 1921 തിരുനെൽവേലിയിൽ വെച്ചിട്ട്. നമുക്കറിയാം ഗാന്ധിജി 5 തവണയാണ് എവിടെ വന്നിരിക്കുന്നത്? കേരളത്തിൽ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് വർഷം? 1920, 19, 20 ഉണ്ട്, 20, 25, 27, 34, 37. ഇതാണ് അതിന്റെ കോഡ് എന്ന് പറയുന്നത്. 20, 25, 27, 34, 37. 20 എന്തിനാണ് വന്നത്? 20 നമ്മുടെ ആദ്യത്തെ കേരള സന്ദർശനം. എന്തായിട്ട്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ആദ്യമായിട്ട് വരുന്നത് അല്ലെ. രണ്ടാമത് വരുന്നത് നമുക്കറിയാം വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അടുത്ത മൂന്നാമത്തെ വരവെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ദക്ഷിണേന്ത്യൻ പര്യടനം. അടുത്തത് വന്നത് എന്തായിരുന്നു? 34 എന്ത് വരുന്നത്? ഹരിജൻ ഫണ്ട് സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 37 എന്താണ്? ക്ഷേത്ര പ്രവേശന വിളംബരം. അങ്ങനെ 5 തവണയാണ് ഗാന്ധിജി നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായിട്ട് തെറ്റെന്ന് പറയുന്നത്? ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 127/22 ആണ്. ഓക്കെ, 127/22 ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമുക്ക് തെറ്റാണ് വേണ്ടത് അല്ലെ.
KP കേശവമേനോൻ ഹോം റൂൾ ലീഗിന്റെ നേതാവായിരുന്നു. ഹോം റൂൾ ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആര്? KP കേശവമേനോൻ. നമ്മൾ പഠിക്കുന്നുണ്ട്, ശരിയാണ്. 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് അബ്ദുറഹിമാൻ വിജയിച്ചു. ഓക്കെ, ഇതോടൊക്കെ പെൻഡിങ് നിർത്താം. മന്നത്ത് കൃഷ്ണൻ നായർ ആയിരുന്നു കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്. 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു JM സെൻഗുപ്ത. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക, ഇത് മൂന്നും എന്താണ്? ശരിയാണ്. ഇതാണ് തെറ്റെന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലെ. KP കേശവമേനോന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് പറയാനുള്ളത് അല്ലെ? ഹോം റൂൾ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരെ? KP കേശവമേനോൻ. അതായത് മലബാറിലെ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? KP കേശവമേനോൻ. എന്താണ് ഹോം റൂൾ മൂവ്മെന്റിന്റെ മൊത്തത്തിലെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു ഇന്ത്യയിൽ വരുന്നത്? അത് നമ്മുടെ ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ് ഹോം റൂളിലെ, അതായത് ഇന്ത്യയിൽ രൂപീകൃതമായ ഹോം റൂൾ ലീഗിന്റെ നേതാക്കൾ ചോദിച്ചാൽ ആരൊക്കെയാണ്? അത് ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ്. പക്ഷേ മലബാറിൽ ഹോം റൂൾ ലീഗിന്റെ നേതാവ് ചോദിച്ചാൽ അതാരാണ്? അത് നമ്മുടെ KP കേശവമേനോനാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണല്ലോ. നെക്സ്റ്റ് പറയുന്നത് 34. ഇവിടെയാണ് തെറ്റെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചോ, ഈ പറയുന്ന 34 തെരഞ്ഞെടുപ്പൊക്കെ നടന്നു. ഓക്കെ, ശരിയാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ ആണ് അല്ലെ മുഹമ്മദ് അബ്ദുറഹിമാൻ വിജയിച്ചു എന്നാ പറയുന്നത്. അങ്ങനെയല്ല വന്നത്, അദ്ദേഹത്തെയാണ് പരാജയപ്പെടുത്തിയത്. 34 ഈ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് അബ്ദുൾ സത്താർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആരാണ്? അബ്ദുൾ സത്താർ ആണ് അവിടെ ജയിക്കുന്നത്. അബ്ദുൾ സത്താർ എന്ന വ്യക്തി ഈ പറയുന്ന നമ്മുടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്ദുറഹിമാനെ തോൽപ്പിക്കുകയാണുള്ളത്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഇനി ഈ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലമീൻ പത്രം. അല്ലമീൻ പത്രം ആരുടെ എന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ്. അതേപോലെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ്. ഓക്കെ, ഇനി മന്നത്ത് കൃഷ്ണൻ നായർ കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്. പഠിച്ചു വെച്ചോളണേ. അതായത് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പോന്നിട്ട് ഏത് പാർട്ടി? ജസ്റ്റിസ് പാർട്ടിയിൽ അംഗമായ ഒരു വ്യക്തിയായിരുന്നു ആര്? ഈ പറയുന്ന മന്നത്ത് കൃഷ്ണൻ നായർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത പിന്നെ പഠിക്കേണ്ട ടോപ്പിക് ഏതാണ്? 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു JM സെൻഗുപ്ത. ഈ ഒരു പേര് പഠിച്ചു വെക്കണം. അപ്പൊ എന്തൊക്കെയാ പഠിക്കേണ്ടത്? കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ്? മന്നത്ത് കൃഷ്ണൻ നായർ. 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു JM സെൻഗുപ്ത. ഹോം റൂൾ ലീഗിന് മലബാറിൽ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു KP കേശവമേനോൻ. അല്ലമീൻ പത്രം ആരുടേതാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റുള്ളത്? തെറ്റാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ തന്നിരിക്കുന്നതിൽ തെറ്റ് ഏതെന്ന് കണ്ടുപിടിക്കണം. അയ്യാ വൈകുണ്ഠ ക്ഷേത്രത്തിൽ ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ശരിയാണ്. അയ്യാ വൈകുണ്ഠ സ്വാമിയാണ് എന്ത് ചെയ്ത് നടത്തുന്നത്? കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. മദ്രാസ് ഗവർണർ ചാൾസ് ട്രെവല്യൻ തിരുവിതാംകൂറിലെ അധികാരികളെ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകണമെന്ന് പ്രേരിപ്പിച്ചു. അതും എന്താണ്? ശരിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അതും ശരിയാണ്. ഇവിടെ തെറ്റെന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു എന്നുള്ളതാണ് എന്ത്? ചരിത്രപരമായിട്ട് തെറ്റെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചോ, ഈ പറയുന്ന മദ്രാസ് ഗവർണറുടെ ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? ചാൾസ് ട്രെവല്യൻ. ആ ഒരു പേര് പഠിച്ചു വെച്ചേക്കണേ. ഏതാണ്? മേൽവസ്ത്രം അല്ലെ. മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം കൊടുക്കാനായിട്ട് ആരാണ് അവകാശം കൊടുത്തത്? ആരാണ്? 1859 ഏത് രാജാവായിരുന്നു? ഉത്രം തിരുനാൾ. ഉത്രം തിരുനാൾ ആണ് എന്ത് ചെയ്യുന്നത്? മേൽമറക്കാനുള്ള ആ ഒരു അവകാശം കൊടുക്കുന്നത്. അതിന് പ്രേരിപ്പിച്ച വ്യക്തിയാണ് ആര്? മദ്രാസ് ഗവർണർ ആയിരുന്ന ചാൾസ് ട്രെവല്യൻ. ഓക്കെ ആണല്ലോ. 1859. ഇനി അയ്യാ വൈകുണ്ഠസ്വാമിയുടെ നമുക്കറിയാം അല്ലെ, കണ്ണാടി പ്രതിഷ്ഠ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഏതാണ്? അതായത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് നമ്മൾ വൈകുണ്ഠസ്വാമിയുടെ പഠിക്കുന്നത്. അപ്പൊ എന്താണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ് ആര്? അയ്യാ വൈകുണ്ഠസ്വാമി. പണ്ഡിറ്റ് കറുപ്പിനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ഏത് വർഷം? 1925 1925. ഇനി സഹോദരൻ അയ്യപ്പനെ പറ്റി നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം അല്ലെ. അയ്യപ്പൻ മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, യുക്തിവാദി മാസിക. സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ ഒരു മാസികയാണ് എന്ത്? യുക്തിവാദി മാസിക.
ഓക്കെ, ഏത് വർഷമാണ്? 1928. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ എന്താണ് ഒരു പത്രം ഉണ്ടായിരുന്നു. ഏതാണ്? അതെ, ആ പത്രത്തിന്റെ പേരാണ് എന്ത്? വേലക്കാരൻ. എന്താണ്? വേലക്കാരൻ. അതായത് ഡെയിലി വർക്കർ എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിൽ അദ്ദേഹം ആരംഭിച്ചതാണ് എന്ത്? ഈ പറയുന്ന പത്രം. എന്താണ് പത്രത്തിന്റെ പേര്? വേലക്കാരൻ. അപ്പൊ വേലക്കാരൻ പത്രം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പന്റേതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അതേപോലെ നമ്മൾ പറയത്തില്ലേ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ആരാണ്? ശ്രീനാരായണ ഗുരു. അതേപോലെ ജാതി വേണ്ട, മതം വേണ്ട, വേണ്ട 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 എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. എനിക്ക് അതിന്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ പറയുന്ന അംബരീഷ ചരിതം എഴുതിയ വ്യക്തി ആരെന്ന് ചോദിക്കാം. പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. രാമവർമ്മ പരിഷിത്ത് തമ്പുരാനാണ് എന്ത് വരുന്നത്? അംബരീക്ഷ ചരിതം വരുന്നത്. രാമവർമ്മ പരിഷിത്ത് അംബരീക്ഷ ചരിതം. മാനവ വിക്രമ ഏട്ടൻ തമ്പുരാനാണ് എന്ത് വരുന്നത്? ലക്ഷ്മി കല്യാണം. ലക്ഷ്മി കല്യാണം ആരുടേതാണ്? മാനവ വിക്രമ ഏട്ടൻ തമ്പുരാൻ. KS ലക്ഷ്മണ പണിക്കരുടേതാണ് പണത്തിന്റെ കഥ. എളുപ്പമുണ്ട് അല്ലെ? പണിക്കർ പണത്തിന്റെ കഥ. KS ലക്ഷ്മണ പണിക്കർ പണത്തിന്റെ കഥ. കേശവ പിള്ളയുടേത് എന്താണ്? പ്രത്യക്ഷ ശരീരം. ഈ 4 പേരും എന്ത് ചെയ്യുക? നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിക്കുക. രാമവർമ്മ പരിഷിത്ത് തമ്പുരാൻ അംബരീക്ഷ ചരിതം, മാനവ വിക്രമ ഏട്ടൻ തമ്പുരാൻ ലക്ഷ്മി കല്യാണം, KS ലക്ഷ്മണ പണിക്കർ എന്താണ്? പണത്തിന്റെ കഥ, കേശവപിള്ള പ്രത്യക്ഷ ശരീരമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, ശ്രീ വിദ്യാഭൂഷണി, KP കറുപ്പൻ. ഇനി എന്താണ് നമുക്കിവിടെ ചേരുംപടി ചേർക്കാനാണ് അല്ലേ വേണ്ടത്? നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് ശരിക്കും ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വേറെ ഒന്നും അറിഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ശ്രീനാരായണ ഗുരു എന്താണ്? ദൈവദശകമാണെന്ന് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. 2D ആണെന്ന്. സോ 2D ഉള്ളത് മാത്രം അങ്ങ് നിർത്തിക്കേ. ക്യാൻസൽ ആയി പോയി. ബാക്കി ഒന്നും നിങ്ങൾ നോക്കേണ്ട. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏറ്റവും നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പൊ പഠിച്ചു വെച്ചോ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് സ്ത്രീ വിദ്യാഭൂഷണി. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. സ്ത്രീ വിദ്യാഭൂഷണി ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ശ്രീനാരായണ ഗുരു ദൈവദശകം ചട്ടമ്പി സ്വാമികളുടേതാണ്. ഏതെന്ന് പറയുന്നത്? അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളുടേതാണ്. KP കറുപ്പന്റേതാണ് ആചാരഭൂഷണം. അപ്പൊ പഠിച്ചു വെക്കേണ്ടത് ഏതൊക്കെയാണ്? ഈ പറയുന്ന പണ്ഡിറ്റ് KP കറുപ്പന്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പണ്ഡിറ്റ് KP കറുപ്പൻ ഏതൊക്കെയാണ്? ഇപ്പൊ പറയുന്നു ആചാരഭൂഷണം പറഞ്ഞു അല്ലെ. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു കൃതിയാണ് എന്ത്? ലങ്കാമർദ്ദനം. ലങ്കാമർദ്ദനം ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. ജാതിക്കുമ്മി, ഇതും ചോദിക്കുന്നതാണ് മിക്കപ്പോഴും. ജാതിക്കുമ്മി ആരുടേതാണ്? ഈ പറയുന്ന പണ്ഡിറ്റ് KP കറുപ്പൻ. ഉദ്യാന വിരുന്ന് KP കറുപ്പന്റേതാണ്. ബാലകലേശം ഇതൊക്കെ ആരുടേതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. ലങ്കാമർദ്ദനം, ആചാരഭൂഷണം, ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, ബാലകലേശം. നെക്സ്റ്റ് നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് കുറെയൊക്കെ അറിയാം അല്ലെ. ശ്രീനാരായണ ഗുരു നോക്കിയാലോ. ശ്രീനാരായണ ഗുരു ഏതൊക്കെയാണ്? ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ തന്നെ നമുക്ക് ദൈവദശകം പറയാം. ദൈവദശകമുണ്ട്, ശിവശതകമുണ്ട്. ശിവശതകം. പിന്നെ ഏതാണുള്ളത്? നവമഞ്ജരി. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു അല്ലെ നവമഞ്ജരിയെ പറ്റി. നവമഞ്ജരി ഉണ്ട്. ആത്മോപദേശ ശതകമുണ്ട്. ദർശനമാലയുണ്ട്. ദർശനമാല. ഇതൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുദേവന്റേതാണ്. നെക്സ്റ്റ് ആരാണ്? ചട്ടമ്പി സ്വാമി അല്ലെ. ചട്ടമ്പി സ്വാമിയുടെ നമ്മൾ കുറെ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. പ്രാചീന മലയാളം, പിന്നെ വേദാധികാര നിരൂപണം, എന്താണ്? ശൂദ്രന്മാർക്കും വേദം പഠിക്കാമെന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയതാണ് എന്ത്? മോക്ഷപ്രദീപ ഖണ്ഡനം. പിന്നെ ഏതാണ് വരുന്നത്? മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ. ഇതെല്ലാം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ്. ഇനി ആരാണുള്ളത്? ബ്രഹ്മാനന്ദ ശിവയോഗി ഉണ്ട് അല്ലെ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ ഒരെണ്ണം. ഏതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് മോക്ഷപ്രദീപം എന്ന് പറയുന്നത്. മോക്ഷപ്രദീപ ഖണ്ഡനം ചോദിച്ചാൽ അത് ആരുടേതാണ്? ചട്ടമ്പി സ്വാമി. തിരിഞ്ഞു പോകരുത്. പിന്നെ ഏതാണ് വരുന്നത്? ശിവയോഗ വിലാസം. ഇതൊക്കെ ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്.
ഓക്കെ, അപ്പൊ കുറച്ച് കൃതികളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, എവിടെ നിന്ന് വേണമെങ്കിലും കേട്ടോ. ഇതേപോലെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിയാൻ പറ്റണം. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാ ക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറിച്യർ ലഹള ഏതാണ് വർഷം? കുറിച്യർ ലഹളയുടെ വർഷം എന്ന് പറയുന്നത് ഏതാണ്? 1812 ആണ് കുറിച്യർ ലഹള എന്ന് പറയുന്നത്. ഇനി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ, 1792. മൂന്നാം മൈസൂർ വാർ അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഏതാണ്? ആറ്റിങ്ങൽ ലഹള എന്നാണ്? 1721 ആറ്റിങ്ങൽ ലഹള നടക്കുന്നത്. വേലുത്തമ്പിയുടെ മരിക്കുന്ന എന്നാണ്? 1809 വേലുത്തമ്പി മരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? കാലഗണനാക്രമത്തിൽ എഴുതണം. അപ്പൊ ആദ്യം വരേണ്ടത് ഏതാണ്? ആറ്റിങ്ങൽ ലഹള. രണ്ടാദ്യം വന്നം. സോ ഇതെല്ലാം അങ്ങ് വെട്ടിക്കൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? എന്താണ് ആറ്റിങ്ങൽ ലഹള എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ ആറ്റിങ്ങൽ ലഹളയും, ആദ്യത്തെ കലാപം ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങുമാണ്. ആ സമയത്ത് ആരായിരുന്നു വേണാട്ടിലെ ഭരണാധികാരി എന്ന് പറയുന്നത്? ആദിത്യവർമ്മയാണ്. 1721 ഏത് ദിവസം? ഏപ്രിൽ 15. അതാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അതേസമയം എന്താണ് അല്ലെ, വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ചോദിക്കാറുണ്ട്, ഗിഫോർഡ് എന്ന് പറയും കേട്ടോ. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏത്? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആറ്റിങ്ങൽ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പറഞ്ഞാണ്. 1792 മൂന്നാം മൈസൂർ വാർ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് എന്ത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. കുറിച്യർ ലഹളയും നമ്മൾ പറഞ്ഞു. വേലുത്തമ്പി ദളവയുടെ എവിടെയാണ് അദ്ദേഹത്തെ ജീവത്യാഗം ചെയ്യുന്നത്? മണ്ണടി. എവിടെയാണ്? പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ്. ഓക്കെ. വേലുത്തമ്പി ദളവ മ്യൂസിയം എവിടെയാണ്? ആ മ്യൂസിയം ഈ പറയുന്ന മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ വേലുത്തമ്പിയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് നേപ്പിയർ മ്യൂസിയം ആണ്. നേപ്പിയർ മ്യൂസിയം, അതായത് തിരുവനന്തപുരം ജില്ലയിലെ നേപ്പിയർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ. വേലുത്തമ്പി ദളവയുടെ പ്രതിമയുണ്ടല്ലോ, പ്രതിമ അതെവിടെയാണ്? അത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലഘട്ടത്താണ്? തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്താണ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി വരുന്നത്. ഓക്കെ. ഏത് വർഷമാണ്? 1937 നടക്കുന്നത്. എന്ത്? തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി അഥവാ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി വരുന്നത്. അതേപോലെ തന്നെ 1939 സ്വാതി തിരുനാൾ സംഗീത കോളേജ് വരുന്ന ആരുടെ കാലഘട്ടത്താണ്? ചിത്തിര തിരുനാളിൻ്റെതാണ്. റേഡിയോ സ്റ്റേഷൻ വരുന്നത് എവിടെയാണ്? ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്താണ്. 1936 എന്താണ്? നമ്മുടെ PSC അല്ലെ. PSC എന്ന് പറയുന്നത് ഏത് PSC? തിരുവിതാംകൂർ PSC. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത് 1936 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്താണ്. പഠിച്ചു വെക്കണം. ഓക്കെ. ഇദ്ദേഹമാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ്. എന്താണ്? വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അതേപോലെ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ആരാണ്? ഈ പറയുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഫാക്ട്സ് ഉണ്ട്. ഇത് തിരുവിതാംകൂർ ചരിത്രം എന്ന് നമുക്ക് മാർത്താണ്ഡ വർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ആരുടേതാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. നെക്സ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മകമായ മനോഭാവം ഉണ്ടായിരുന്നു. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. ഇവിടെ തന്നിരിക്കുന്നതിൽ ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായിട്ടുള്ള, അവർ പരസ്യമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വിമർശിച്ചുകൊണ്ടിരുന്നത്. അവർ ഏറ്റവും കൂടുതൽ ചെയ്തതും ഈ പറയുന്ന ജാതി വ്യവസ്ഥയെ തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്? വിമർശിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം പല ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, പല നവോത്ഥാന നായകന്മാരും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടിരുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് 1ഉം 2ഉമായിരുന്നു. നെക്സ്റ്റ് നോക്കാം. അഭിനവ ഭാരത യുവക് സംഘം ആരുടേതാണ്? പഠിച്ചു വെച്ചോ. അത് AV കുഞ്ഞമ്പു. AV കുഞ്ഞമ്പു, VV കുഞ്ഞമ്പു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ AV കുഞ്ഞമ്പു ആണ് അഭിനവ ഭാരത യുവക് സംഘം ആരംഭിക്കുന്നത്. ഏത് വർഷമാണ്?
1934 ഏപ്രിൽ 13 ഈ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. അതിന്റെ ഒരു എന്താണ് പ്രവർത്തകരിൽ ഒരാളായിരുന്നു ആര്, കെ കൃഷ്ണവാര്യർ എന്ന് പറയുന്നത്. കരിവെള്ളൂർ കർഷക സംഘം രൂപീകരിക്കുന്നതിന്, കരിവെള്ളൂർ ചരിത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്, AV കുഞ്ഞമ്പു, VV കുഞ്ഞമ്പു പാട്ട്, കുറെ കൃതികളൊക്കെ അതേപോലെ തന്നെ പറയുന്നതാണ്. കരിവെള്ളൂർ കർഷക സംഘം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു സംഘടനയായിരുന്നു എന്ത്, ഈ പറയുന്ന അഭിനവ ഭാരത യുവക് സംഘം. ആരാണ്? AV കുഞ്ഞമ്പു, അഭിനവ ഭാരത യുവക് സംഘം. ഓക്കെ, എന്തിന്റെ മാതൃകയിലായിരുന്നു? നൗജവാൻ ഭാരത് സഭയിലെ നമ്മുടെ ഭഗത് സിംഗിന്റെ ആ ഒരു മാതൃകയിലാണ്, ആ ഒരു വിപ്ലവ സംഘടനയുടെ മാതൃകയിൽ സ്ഥാപിച്ചതാണ് എന്ത്, അഭിനവ ഭാരത യുവക് സംഘം. AV കുഞ്ഞമ്പു. പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് നോക്കാം. 1930-കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC എന്താണ്? കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. നോക്കിക്കേ, മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആരാണ്? TC കൊച്ചുകുട്ടിയമ്മ. നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല, ഞാൻ ഫാക്ട്സ് ഒന്നും നോക്കിയിട്ട് അങ്ങനെ കണ്ടില്ല. നെക്സ്റ്റ് എന്താണ്? ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം ജയലക്ഷ്മിയാണ്. ക്ഷേത്രപ്രവേശന പരിപാടിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? PM കമലാവതി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു പതിവ് കണക്ക് അഥവാ കണ്ടെടുത്ത ആരാണ്? മാർത്താണ്ഡവർമ്മ. ശരിയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത്. അല്ലെ, തിളച്ചെണ്ണ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലത്താണ് ദേവദാസി സമ്പ്രദായം. ഇതും ശരിയാണ്. ദേവദാസി സേതുലക്ഷ്മി. ആരാണ്? ദേവദാസി സേതുലക്ഷ്മിയാണ്. അപ്പൊ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതുലക്ഷ്മി ബായി ആണ്. സേതുലക്ഷ്മി ബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത്. തെറ്റാണ്. അടിമത്തം ആരുടെ കാലഘട്ടത്താണ്? അത് റാണിയാണ്. റാണി ഗൗരി ലക്ഷ്മി ബായിയുടെ കാലഘട്ടത്താണ് അടിമത്തം നിർത്തലാക്കുന്നത്. അപ്പൊ കണ്ടെടുത്ത അഥവാ ഭൂസർവേ ഒക്കെ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയും നിർത്തലാക്കിയ സ്വാതി തിരുനാളുമാണ്. തിരിഞ്ഞു പോകരുതേ. ഒപ്പുവെച്ച സമയത്ത് ആരാണ്? ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ, അത് ഒപ്പുവെച്ചത് കാർത്തിക തിരുനാള്, അത് നിർത്തലാക്കിയ സ്വാതി തിരുനാള്. 3 പേരുടെ പേരും പഠിക്കണം. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ, ഒപ്പുവെച്ചത് കാർത്തിക തിരുനാള്, നിർത്തലാക്കിയത് സ്വാതി തിരുനാള്. പാരയ്ക്കാണ് മാർത്താണ്ഡൻ, കാർത്തിക, സ്വാതി. 3 പഠിച്ചു വെക്കണം. ഓക്കെ, മൃഗബലി നിരോധിച്ചത് ആരാണ്? മൃഗബലി നിരോധനം റാണി സേതുലക്ഷ്മി ബായി ആണ്. റാണി സേതുലക്ഷ്മി ബായി. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ്? ദേവദാസി സമ്പ്രദായം സേതുലക്ഷ്മി, മൃഗബലി സേതുലക്ഷ്മി. ഓക്കെ, സെൻസസ് നടത്തിയ ക്രമീകൃത സെൻസസ് ആരാണ്? ക്രമീകൃത സെൻസസ്. സെൻസസും ഉണ്ട്, ക്രമീകൃത സെൻസസും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻസസ് നടപ്പിലാക്കിയത് സ്വാതി തിരുനാളും ക്രമീകൃത സെൻസസ് നടപ്പിലാക്കിയത് ആയില്യം തിരുനാളുമാണ്. ആയില്യം തിരുനാൾ. ഓക്കെ, അതേപോലെ ഇംഗ്ലീഷ് സ്കൂൾ ആരാണ് കൊണ്ടുവന്നത്? അത് സ്വാതി തിരുനാളാണ്. ഇംഗ്ലീഷ് സ്കൂൾ ഇതൊക്കെ പഠിക്കേണ്ടതാണ്. പതിവ് കണക്ക് മാർത്താണ്ഡവർമ്മ, കണ്ടെടുത്ത ഭൂസർവേ ഒക്കെ മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ, ഒപ്പുവെച്ചത് കാർത്തിക തിരുനാള്, നിർത്തലാക്കിയത് സ്വാതി തിരുനാള്. സേതുലക്ഷ്മി ദേവദാസി സേതുലക്ഷ്മി അല്ലെ. അതേപോലെ തന്നെ മൃഗബലി സേതുലക്ഷ്മിയാണ്. അടിമത്തം ആരാണ്? അടിമത്തം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. സെൻസസ് തുടങ്ങിയത് സ്വാതി തിരുനാളും ക്രമീകൃത സെൻസസ് ആണെങ്കിൽ അത് ആയില്യം തിരുനാളുമാണ്. ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? KP വള്ളോൻ പുലയ മഹാസഭ ശരിയാണ്. അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ് ശരിയാണ്. CP അച്യുതമേനോൻ വിദ്യാവിനോദിനി അതും ശരിയാണ്. TK മാധവൻ ധന്വന്തരി ഇതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ ഓരോന്നൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താ? KP വള്ളോന്റെ നമ്മൾ പറഞ്ഞു അല്ലെ, ഏതാണ്? പുലയ മഹാസഭ ശരിയാണ് അല്ലെ. ഏതാണ്? അതേപോലെ KP വള്ളോനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വള്ളോൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏത് വർഷം? 1931-ലും 1939-ലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആ ഒരു അസംബ്ലിയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്.
ഓക്കെ. ഇനി ടി കെ മാധവൻ, ധന്വന്തരി അല്ല, ടി കെ മാധവൻ കൊണ്ടുവന്നൊരു സംഘടനയാണ് എന്ത്? ഈഴവ സമാജം. ഈഴവ സമാജം. അതേപോലെ തന്നെ 1915 അദ്ദേഹം കൊല്ലത്ത് നിന്ന് ആരംഭിച്ച പത്രമാണ് എന്തെന്ന് പറയുന്നത്? ദേശാഭിമാനി. ദേശാഭിമാനി പത്രം അദ്ദേഹം ടി കെ മാധവൻ കൊല്ലത്ത് നിന്ന് ആരംഭിച്ച പത്രമാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. വിദ്യാവിനോദിനി പറഞ്ഞില്ലല്ലോ. വിദ്യാവിനോദിനി ആരാണ്? CP അച്യുതമേനോനാണ്. ഇദ്ദേഹമാണ്, ഇവിടെ ഒന്ന് പഠിച്ചു വെച്ചോ, കൊച്ചി സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? CP അച്യുതമേനോൻ. കൊച്ചി സ്റ്റേറ്റ് മാനുവൽ രചിച്ചതാണ് CP അച്യുതമേനോൻ എന്ന് പറയുന്ന വ്യക്തി. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, തീർന്നു കേട്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻസ് തീർന്നു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ ഇത്രയും 13 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സകല ക്വസ്റ്റ്യൻസും ആയിട്ടുണ്ട്. ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം ചിലതിൻ്റെ ഫാക്ട്സ് നമുക്ക് ഒട്ടും കിട്ടുന്നില്ല വായിച്ചു നോക്കിയിട്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് തെറ്റു പഠിപ്പിച്ച് തരണ്ടല്ലോ. ഇതാകുമ്പോൾ നമുക്കറിയാം PSCയുടെ ആൻസർ ഇതാണെന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അടുത്തത് ഏത് വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.